നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. നേഴ്സസ് ഡേയിൽ വേദിയെ പ്രകമ്പനം കൊള്ളിച്ച് നഴ്സുമാർ. അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് യുക്മ നേഴ്സസ് ഫോറം സംഘടിപ്പിച്ച നേഴ്സസ് ദിനാചരണവും UNF സമ്മേളനവും വിജ്ഞാനപ്രദമാക്കുന്നതിലുപരി ദിനം മുഴുവൻ ആഘോഷമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചായിരുന്നു സംഘാടക സമിതി മുന്നോട്ടു പോയത്. ആതുര സേവനം മാത്രമല്ല, കലയിലും തങ്ങൾ മുൻപന്തിയിൽ തന്നെയാണെന്ന് വിളിച്ചോതിക്കൊണ്ടായിരുന്നു UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നേഴ്സുമാരുടെ പ്രകടനങ്ങൾ. രാവിലെ 9 മണിയോടെ ആരംഭിച്ച വിവിധ ക്ലാസുകളിൽ NHS ഇംഗ്ലണ്ട്, NMC തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രഗത്ഭരോടൊപ്പം UK മലയാളികൾക്കിടയിൽ നിന്ന് നഴ്സിംഗ് മേഖലയിൽ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായവർ കൂടി നേതൃത്വം നൽകിയിരുന്നു. യുക്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചീഫ് നഴ്സ് ട്രേസി പിൽച്ചേറും ഡെപ്യൂട്ടി ചീഫ് നഴ്സ് ട്രേസി കെയ്നും സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികൾ സദസ്സിനെ ഏറെ ആകർഷിച്ചു. ഹീത്രൂ എയർപോർട്ടിൽ ബോർഡർ ഫോഴ്സ് ജീവനക്കാർ കൂടുതൽ സമരങ്ങൾ പ്രഖ്യാപിച്ച് രംഗത്ത്. മെയ് 31, ജൂൺ 1, 2 തീയതികളിലാണ് പണിമുടക്ക്. കൂടാതെ ജൂൺ 4 മുതൽ 25 വരെ ഓവർടൈം റണ്ണിംഗ് നിരോധനം ഉൾപ്പെടെയുള്ള പണിമുടക്കിലേക്ക് ജീവനക്കാർ പോകും. പുതിയ സ്റ്റാഫ് റോസ്റ്ററുമായി ബന്ധപ്പെട്ട് പബ്ലിക് കൊമേഴ്ഷ്യൽ സർവീസസ് യൂണിയനിലെ 500-ലധികം അംഗങ്ങളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പണിമുടക്കുകൾ പാസ്പോർട്ട് പരിശോധനയെ വിമാനത്താവളത്തിൽ തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PCS പറഞ്ഞു. ടെർമിനലുകൾ 2, 3, 4, 5 എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് കഴിഞ്ഞ മാസം മുതൽ പണിമുടക്ക് ആരംഭിച്ചത്. സമരം നടത്താനുള്ള യൂണിയന്റെ തീരുമാനത്തിൽ തങ്ങൾ നിരാശരാണെന്നാണ് ഹോം ഓഫീസ് വക്താവ് പറയുന്നത്. യാത്രക്കാർക്കുള്ള തടസ്സം പരമാവധി കുറയ്ക്കുന്നതിനായി ഹോം ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഹീത്രൂ എയർപോർട്ട് വക്താവ് പറഞ്ഞു. UKയിലെ വിവിധ ഒഴിവുകളിലേക്ക് നോർക്ക വഴി റിക്രൂട്ട്മെന്റ്. NHS ഹംബർ ആൻഡ് നോർത്ത് യോർക്ക്ഷയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പുമായി സഹകരിച്ച് സൈക്യാട്രിസ്റ്റ് ഒഴിവുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. 2024 ജൂൺ 6, 7 തീയതികളിൽ എറണാകുളത്താണ് അഭിമുഖങ്ങൾ സംഘടിപ്പിക്കുന്നത്. മെയ് 27-നകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. കൂടാതെ വെയിൽസിൽ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് ജൂൺ 6 മുതൽ 8 വരെ എറണാകുളത്ത് നടക്കും. നോറോ വൈറസ് വൊമിറ്റിംഗ് ബഗ് UKയിൽ വ്യാപിക്കുന്നു. രോഗലക്ഷണം ഉള്ളവർ ജോലിക്കോ സ്കൂളുകളിലേക്കോ പോകരുതെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. വൊമിറ്റിംഗ് ബഗ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഇത് കഠിനമായ വയറിളക്കത്തിനും ഛർദിക്കും കാരണമാകുന്നുവെന്നും കഴിഞ്ഞ 5 വർഷത്തെ ശരാശരികളെടുത്താൽ 75% കൂടുതലാണ് നോറോ വൈറസ് കേസുകളെന്ന് ആരോഗ്യസംഘം വെളിപ്പെടുത്തി. രോഗം പകരുന്നത് തടയാൻ രോഗം ബാധിച്ചവരോട് നല്ല ശുചിത്വം പാലിക്കാനും ജോലിക്ക് പോകുന്നത് ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. 40% ബജറ്റ് കമ്മി നേരിടുന്ന ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററിന്റെ റിപ്പോർട്ട് സർവകലാശാലകളിലെ സാമ്പത്തിക പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു. കർശനമായ നടപടികൾ കൈക്കൊള്ളാത്ത പക്ഷം യൂണിവേഴ്സിറ്റികൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരുമാനത്തിനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്നതും ഡൊമസ്റ്റിക് വിദ്യാർത്ഥികളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും വർഷങ്ങളിൽ സർവകലാശാലകൾ അടച്ചുപൂട്ടുന്നതിലേക്കോ യൂണിവേഴ്സിറ്റികൾ മെർജ് ചെയ്യുന്നതിലേക്കോ നയിച്ചേക്കാം. ഹൗസ് ഓഫ് ലോർഡ്സിലെ പിയറിനെ 1 വർഷത്തേക്ക് ബാറിൽ പ്രവേശിക്കുന്നതിൽ നിരോധനം. കുൽവീർ റേഞ്ചർ 2023 ജൂലൈയിൽ ബോറിസ് ജോൺസന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നുള്ള രാജിയോടനുബന്ധിച്ചാണ് ബാരൻ റേഞ്ചർ ഓഫ് നോർത്ത് വുഡ് എന്ന ഹൗസ് ഓഫ് ലോർഡ്സിലെ പിയർ പദവിക്ക് അർഹനായത്. 2024 ജനുവരിയിൽ ഹൗസ് ഓഫ് ലോർഡ്സിലെ ബാറിനുള്ളിൽ കുൽവീർ മദ്യലഹരിയിൽ 2 പേരോട് അപമര്യാദയായി പെരുമാറിയെന്ന കംപ്ലയിന്റിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിന് ശേഷം ഹൗസ് ഓഫ് ലോർഡ്സ് കണ്ടക്ട് കമ്മിറ്റി കുൽവീറിനെ 3 ആഴ്ചത്തേക്ക് ഹൗസിൽ നിന്ന് നിരോധിക്കുകയും 1 വർഷത്തേക്ക് ഹൗസ് ഓഫ് ലോർഡ്സിന്റെ ബാറിൽ പ്രവേശിക്കുന്നതിൽ നിന്നും നിരോധിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് കുൽവീർ ഗവൺമെന്റ് വിപ്പ് എന്ന തന്റെ സ്ഥാനം റിസൈൻ ചെയ്യുകയും താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.